നമസ്കാരം, നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു നോൺ വെജ് റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ ചുക്ക എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ ചുക്ക റെഡിയാക്കാവുന്നതെന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ ചുക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ ആണ്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. അതുപോലെ സവോള ഞാനൊരു 3 വലിയ സവോളയാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിക്കൻ ചുക്കയ്ക്ക് നോർമലി നമ്മൾ സവോള ആദ്യം ഒന്ന് ഗോൾഡൻ ഫ്രൈ ആക്കിയതിന് ശേഷമാണ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വളരെ തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്നൊന്നായിരിക്കും, എന്നാൽ മാത്രമേ ഫ്രൈ ചെയ്യുമ്പോൾ ഈവൻ ആയിട്ടത് ഫ്രൈ ആയി വരും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണം. മിക്സിയിൽ അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 4-5 വെളുത്തുള്ളി ചതച്ചതുമാണ് ഈ ഇരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലൊരു കടായി എടുത്ത് വെക്കണം. അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്താലും മതി. അത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കണക്കാക്കിയുള്ളതാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ വേണ്ട, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഓയിൽ ചൂടായി വരണം. ഇപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളേനെ ഒന്നും കൂടി ഇതുപോലെ കൈവച്ച് മിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം സാധാരണ രീതിയിൽ വഴറ്റുകയല്ല ചെയ്യേണ്ട, ഗോൾഡൻ ബ്രൗൺ ആക്കിയാണ് വേണ്ടുന്നത്. അങ്ങനെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈവനായിട്ട് ഒരേപോലെ സോട്ടായി വരുമെന്ന് മാത്രമല്ല പെട്ടെന്ന് ചെയ്തും കിട്ടും. ഈസി ആയിട്ട് നിങ്ങൾ ബിരിയാണിക്കൊക്കെ നമ്മളിത് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോൾ ചെയ്താലും നമ്മൾ സവോള ഗോൾഡൻ ഫ്രൈ ആക്കാൻ ചെയ്യുന്നത് ഇതുപോലെ കൈവച്ച് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. എന്നാലേ അത് ഈസി ആയിട്ട് കറക്റ്റിന് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിതിവിടെ ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ടത് സോർട്ടായി കിട്ടും. അപ്പം നമുക്കൊരു ഇതിലിപ്പോൾ ഏകദേശം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഈ ഉപ്പ് ഇവിടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റിന് കൂടെ തന്നെ നിന്ന് ചെയ്ത് കൊടുക്കണം. കാരണം ഗോൾഡൻ ഫ്രൈ ആകുമ്പോൾ കൂടെ തന്നെ നിന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഏകദേശം ഇത് സോർട്ടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഇങ്ങനെ ബ്രൗൺ ആയി തുടങ്ങുന്ന ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമുക്ക് ഫ്ലെയിം ഇങ്ങനെ മീഡിയത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എവിടെയായിട്ട് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതല്ലാതെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാധാരണ സവോള നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാം. പക്ഷെ അതിന് ഒരുപാട് കുറച്ചും കൂടി ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് ഇങ്ങനെ വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഇത്ര പോലും ടൈം എടുക്കില്ല. പക്ഷെ ആ ഒരു ഓയിൽ പിന്നെ വേസ്റ്റ് ആണ്. കാരണം രണ്ടാമത് ആ ഓയിൽ യൂസ് ചെയ്യാനും പറ്റില്ല, നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ഓയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിലേ ഒഴിച്ചുള്ളൂ. നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അത്ര യൂസ് ചെയ്ത് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം. കാരണം നമുക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചിക്കൻ വേവിക്കാനായിട്ട് വേണം. അപ്പോൾ ആ ഓയിലും കൂടി ചേർത്ത് ഇതിൽ ഒഴിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ മാക്സിമം നമ്മൾ ഓയിൽ മിനിമൈസ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം ഇത് ഏകദേശം 1.5 മിനിറ്റ് കൂടി ഞാനിത് സോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാം ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ കോരി മാറ്റാം ഒരു അരിപ്പയിലോട്ട്. എപ്പോഴും ഈ ഗോൾഡൻ ഫ്രൈ ആയിട്ട് നമ്മൾ കോരി മാറ്റി 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും, കോരി മാറ്റി ഒരു അരിപ്പയിൽ മാറ്റിയതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ല ക്രിസ്പി ഫോമിലോട്ട് വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിനെ ഒന്ന് ഒരു അരിപ്പയിലോട്ട് അങ്ങ് കോരി മാറ്റാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ ഫ്രൈ ചെയ്ത സവാള. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരേപോലെ നല്ല ഗോൾഡൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒരു മിനിറ്റ് കഴിഞ്ഞുടനെ തന്നെ ഇപ്പം തന്നെ അത് ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇരുന്നതങ്ങ് ക്രിസ്പി ആവും.
ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതാണ് ഈ ചിക്കൻ ചുക്കയിൽ മെയിൻ ആയിട്ട്. ഈ ചിക്കൻ മാരിനേഷൻ ആണ് ആകെ ഉള്ള ഒരു ജോലി. കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് എടുത്ത് കുക്കിങ്ങേ ഉള്ളൂ. വേറെ ഒന്നും അവിടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചിക്കനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ചിക്കൻ കുറച്ചും കൂടി വലിയ സൈസ് ബിരിയാണിയുടെയൊക്കെ ആ ഒരു സൈസിൽ ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെ ചെയ്യുകയാണ് നിങ്ങളെങ്കിൽ ആ പീസസിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ മസാല ഉള്ളിലേക്ക് കയറും. ഇതിപ്പോൾ വളരെ കുഞ്ഞു കറിക്കട്ട് പോലെ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്. എന്നിട്ട് ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് മസാലാസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നല്ല കുറച്ചുകൂടെ കളർ കിട്ടും. 3 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. കാരണം മല്ലിപ്പൊടി ഇതിൽ അധികം ആവശ്യമില്ല, 1 ടീസ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. അത് എരിവനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. അത് നാടൻ കുരുമുളകും കൂടിയാണ്, വാങ്ങിച്ചതല്ല. അപ്പോൾ അതിന് നല്ല എരിവായിരിക്കും. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഗരം മസാലയും ഞാൻ ഇവിടെ പൊടിക്കുന്നത് തന്നെയാണ്. പട്ടയും ഏലക്കയും ഗ്രാമ്പും എല്ലാം ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഗരം മസാലയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി അറിഞ്ഞുകൂടാത്തവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് പറഞ്ഞു തരാം. അതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് എനിക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മതിയാവും. നിങ്ങൾ ഉള്ളി ഫ്രൈ ചെയ്ത് സവാള ഫ്രൈ ചെയ്തതിൽ ബാക്കി എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് ഒഴിച്ചാലും മതിയാകും. ഞാനത് കറക്റ്റ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണയെ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ആരെങ്കിലും ഒഴിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഇനി നമ്മളിവിടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ സവോള അതുകൂടി ചേർക്കണം. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈവച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് പൊടിഞ്ഞു വരും. ബാക്കി നമുക്ക് ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞോളും. ഇതിങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഈ ചിക്കനും ഇതും എല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇതിൽ കുറച്ച് ഉപ്പും കൂടി വേണം. ഉപ്പ് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ബാക്കി ഒരു 1.5 ടീസ്പൂൺ ഇതിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവച്ച് മിക്സ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. കാരണം നമ്മൾ അപ്പോഴേ ആ ചിക്കനുള്ളിലേക്ക് മസാല എല്ലാം കറക്റ്റിന് പിടിച്ചു വരുള്ളൂ. അപ്പം ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇനി നമുക്കിതങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതൊരു 2 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ലതുപോലെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരും. 2 മിനിറ്റ് നിർത്താതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതാണ്. ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ക്ലിംഗ് റാപ്പ് വെച്ചോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഒരു അടപ്പായാലും മതി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നല്ല ക്ലീൻ ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ എടുത്തൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 മണിക്കൂർ ആയിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ മാരിനേഷൻ ആയി എല്ലാ ഫ്ലേവറും ഇറങ്ങിയൊക്കെ ഇരിക്കുകയാണ്. നമുക്കിതൊന്ന് കൈവച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് കടായി എടുത്ത് വെക്കാം. നേരത്തെ യൂസ് ചെയ്ത അതേ കടായിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് ആ നേരത്തെ സവോള ഫ്രൈ ചെയ്ത അതേ കടായി തന്നെ ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ കടായി ചൂടായി വരുമ്പോൾ മാറ്റി കൊടുക്കാം. ഇപ്പം നിങ്ങളും ഇതുപോലെ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ ഉടനെ ചെയ്യുന്നവർക്കാണ് ആ കടായി തന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിറ്റേന്നത്തേക്കൊക്കെ ആണെങ്കിൽ കടായി നമ്മൾ ക്ലീൻ ആക്കും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ അതേ കടായി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് കടായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി സോർട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ആ ഫ്രിഡ്ജിലിരുന്ന തണുപ്പൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് സോർട്ടായി വരും, ഒന്ന് ഫ്ലെയിമിൻ്റെ ചൂടിൽ. അപ്പോൾ ആ ഒരു ചൂടിൽ ഇതെല്ലാം സോർട്ടായി വരുന്നത് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന്
സെറ്റായി വരും. കാരണം വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കും. ആ കട്ടിയൊക്കെ ഒന്ന് ഈ ചൂടായി വരുമ്പോൾ തന്നെ അങ്ങ് മാറിക്കോളും. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ വേണം ഇടാനായിട്ട്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്യേണ്ടി വരും. അതല്ലാതെ നമുക്കിതിൽ വേറൊന്നും ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത് നല്ലതുപോലെ സോർട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് അങ്ങ് വേവിക്കാം. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിമും കൂടി അങ്ങ് മീഡിയത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത്. ഈ ഒരു ടൈമിൽ നിങ്ങളിത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇറങ്ങിയാണ് ഇത് കുക്കാവുന്നത്. നല്ല രീതിയിൽ ആവിയിലിരുന്ന് കുക്കാവും. അപ്പോൾ ഒട്ടും അങ്ങനെ വെള്ളം ഇറങ്ങുന്നില്ല, ഭയങ്കര ഡ്രൈ ആയി പോകണമെന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം. അതിൽ കൂടുതൽ വേണ്ട. ഇവിടെ ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം എൻ്റെ ചിക്കൻ ഫ്രഷ് ചിക്കൻ ആണ്. അപ്പോൾ അത് ഇങ്ങനെ തന്നെ കിടന്ന് വെന്തോളും. നമ്മളിതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. അതുപോലെ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ടേസ്റ്റും കൂടി ചെക്ക് ചെയ്തൊക്കെ നോക്കണം. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കിതിപ്പോൾ എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ വേറൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിനെ നമുക്ക് ബാക്കി ടൈമും കൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുക്കിംഗ് ടൈം ഏകദേശം ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഇൻ കേസ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി നിങ്ങളൊന്ന് അടച്ചിട്ട് വേവിച്ചാൽ മതി. ഇതിപ്പോൾ നമുക്കൊരു പീസ് എടുത്ത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തോ ഇല്ലയോ എന്ന്, അല്ലെങ്കിൽ കഴിച്ച് നോക്കണം. ഞാനൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാൽ മതിയാകും. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു ചിക്കൻ്റെ പീസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അത് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലൊന്ന് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കിതിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചും കൂടി എരിവ് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിൽ ചേർക്കാൻ പോവുകയാണ്. അതങ്ങനെ ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം 1 മിനിറ്റത്തേക്ക്. അടച്ചൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. വേറെ ഒന്നും ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. മല്ലിയില ഇടുന്നവരും ഉണ്ട്. മല്ലിയില ഇടേണ്ട ആവശ്യം ഇല്ല ശരിക്കും ഇതിൽ. ചിക്കൻ ചുക്കയിൽ അങ്ങനെ ഒരു ഫ്ലേവർ വരാറില്ല. പക്ഷേ മല്ലിയില ഇടണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് കിട്ടുമ്പോൾ ഇതിലങ്ങനെ വേറൊന്നും ഇടാറില്ല, മല്ലിയില ഒന്നും ഇടാറില്ല. ഇതിങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ മാത്രമേ നമുക്കിതിൽ ചേർക്കാറുള്ളൂ. അതുപോലെ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആകെ ഉള്ളത് മാരിനേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ജോലിയാണ്. അത് നമുക്ക് ടൈം കിട്ടുന്ന എപ്പോഴാണോ അപ്പോഴങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ കുക്കിംഗ് നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒരു കടായി എടുത്തങ്ങ് കുക്ക് ചെയ്യുക, അതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രാവിലെ ഓഫീസിലോ ജോലിക്കൊക്കെ പോകുന്നതിന് മുന്നേ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ, രാത്രിയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ചിക്ക റെസിപ്പി, റെസ്റ്റോറൻറ്റ് സ്റ്റൈല്. ഇത് നമ്മൾക്ക് ചപ്പാത്തി, പെറോട്ട, ഇടിയപ്പം, അതല്ലെങ്കിൽ വെള്ളയപ്പം, ഗീ റൈസ്, ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു ഡ്രൈ റെസിപ്പിയാണ് ചിക്കൻ ചുക്ക. ഇപ്പോൾ കുറച്ചും കൂടി അരപ്പ് വേണമെന്നുള്ളവർക്ക് ആ 3 സവാളയ്ക്ക് പകരം ഒരു 4-5 സവാള എടുത്താൽ കുറച്ചും കൂടി അരപ്പ് കിട്ടും. പക്ഷേ ഇതിൽ കൂടുതൽ ഒരു കറി റെസിപ്പി അല്ല, ഡ്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ചാനൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യണം, എന്നാലേ മറ്റുള്ളവരിലേക്ക് ഈ റെസിപ്പി എത്തുള്ളൂ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.